നാടകം ആരംഭിക്കുന്നു. എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. പേരുകൾ മുദ്ര ചെയ്യപ്പെട്ട് നാം നിശബ്ദരാക്കിയ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണിത്. സൂക്ഷിക്കണം, അവളെ പെശക 2-3 ദിവസമായിട്ട് എന്റെ അടുക്ക പോലെ അടുക്കുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് പോ. ഇതേ കരള. എന്റെ അല്ല, ഈ എരുമയുടെ കുഞ്ഞിനെ അർത്ഥപ്പോ ഞാൻ എന്റെ റോസിക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചതാ. സ്നേഹം കാണിക്കാൻ എന്റെ കുഞ്ഞിന്റെ കരള തന്നെ വേണം അല്ലേടാ? റോസി കരള്. അയ്യോ, എന്നാത്തിനാ റോസി നീ വെറുതെ അപ്പനെ എന്നോടെ വലിച്ചിടുന്നത്? റോസി കർത്താവേ, കാലം മറക്കി. ദാസനാളെ ഇറച്ചുകൊണ്ട് കൊടുത്തായിരുന്നോ? ഇല്ല, അറിയുന്നതേ ഉള്ളൂ. നിനക്ക് തോന്നുമ്പോഴാണ് കൊണ്ട് കൊടുക്കുന്നേ. കൊണ്ട് കൊടുക്കാതെ എടോ വർക്കി മാപ്പിളെ, തന്റെ മോളേർക്ക് ഞാൻ കെട്ടും. അന്ന് തന്നെ കൊണ്ട് ഇണ്ണാറാ ഞാൻ വരപ്പിക്കും. നീ എന്ത് പാടാ എരുമയുടെ ഭംഗിയും കണ്ടോണ്ടിരിക്കുന്നു. കൊണ്ട് കൊടുക്കാൻ അറിയാന്ന് ഈ നിൽക്കുന്നവനെ ഒരു പരനാറിയ എങ്കിലും ആ പോയ ചെകുത്താനേക്കാൾ ഭേദമാണ്. വല്ലപ്പോഴെങ്കിലും എനിക്ക് കച്ചിയും കാടിയൊക്കെ തരാറുണ്ട്. ഇടയ്ക്ക് ഇപ്പ തലോടിയ പോലെ നന്നായിട്ടൊന്ന് തലോടാറൊക്കെയുണ്ട്. ഞാനേ ആരും കേൾക്കാതെ ഒരു രഹസ്യം പറയാം. ഓ, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നാണം വരും. എന്താ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നാണം? ഞങ്ങൾക്ക് ഉണ്ട്. രഹസ്യം എന്താണെന്ന് പറയട്ടെ. ഇതൊക്കെ ആരോടെങ്കിലും പറയുമ്പോളെ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ഈ വർക്കി മാപ്പിളെ ചിലപ്പോ നല്ല കൂറ്റം പോത്തന്മാരെ എന്റെ കൂടെ കൊണ്ട് വിടും. അങ്ങനെ എനിക്ക് കിട്ടിയ മക്കളെ മുഴുവൻ
ഇടപാടുകാർക്ക് വേണ്ടി ഓഞ്ചടി എന്ന പിശാച് കൊത്തി നുറുക്കി ഇറച്ചിയാക്കി. പരിപാടി ഇവിടെ ഇല്ലതല്ലേ, പിന്നെ വിൽക്കും. നല്ല ഒന്നാന്തരം ഇറച്ചിയായിട്ട്. ഇറച്ചിക്ക് വേണ്ടി വിറ്റതല്ല, ഗതികേടും കൊണ്ട. ഭാനു, ഭാനു എന്ന അവന്റെ പേര്. പോത്തിന്റെ പേരാണോ? അതെ. ആ, പേരെന്തുമായാലും കോരവള്ളി ഞാൻ കണ്ടിക്കും. ഭാനു എന്നുള്ളത് എന്റെ മകന്റെ പേരാ. പുസ്തകങ്ങളോടായിരുന്നു അവന് പ്രിയം. ഇപ്പോഴും വായനയാ. ഈ സമൂഹത്തോട് അവന് പൊരുത്തപ്പെടാൻ പറ്റാതായി. ആളുകൾ അവനെ നക്സലൈറ്റ് എന്ന് വിളിച്ചു. ഇപ്പോൾ ചിലർ അവനെ മാവോയിസ്റ്റ് എന്നും വിളിക്കുന്നു. ഈ കഥ പറയാനാണോ തള്ള ഇങ്ങോട്ട് വന്നത്? അല്ല, അവനെ തിരികെ വാങ്ങാൻ വന്നതാ. വിറ്റ കാശുമായി വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനവുമില്ല. സ്വന്തം കുട്ടി നഷ്ടപ്പെട്ടതുപോലെ, അവനെവിടുന്നോ കരയുന്നത് പോലെ. നാശം, രാവിലെ കുറ്റിയും പറിച്ചിറങ്ങിക്കോ മനുഷ്യനെ മേക്കെടുത്താൻ. ഞാനൊരു കുഞ്ഞു മാപ്പിളയ്ക്കാ വിറ്റത്. അവിടെ ചെന്നപ്പോൾ അങ്ങേര് പറഞ്ഞത് അത് കുഞ്ഞിനെ വിറ്റെന്ന്. ഇങ്ങോട്ട് വേണം. എന്നാത്തിനാ നമ്മളിതിനെ ചന്തന്ന് വെച്ച് പോത്തഞ്ചടാ? അതിനെ ആ പടിഞ്ഞാറൻ മൂലക്ക് തോട്ടിക്കൊണ്ട് കെട്ടിയേക്കുക. നാട്ടുകാര് കാണുന്നത് കെട്ടാൻ പറഞ്ഞപ്പം അവൻ കൊണ്ട് കെട്ടിയേക്കുവാ പടിഞ്ഞാറൻ മൂലക്ക്. പോയി അയച്ചോണ്ട് വേണം. ഇയാളല്ലയോ പറഞ്ഞത് എരുമയുടെ കൂടെ കെട്ടല്ലോ. നിന്നെ പോയി അയച്ചോണ്ടോടാ അതിനെ. ഇവിടെ വരെ വന്നേല്ലേ, വേണേ ഒന്ന് കണ്ടിട്ട് പോക്കോ. കുഞ്ഞ് എനിക്ക് അതിനെ തിരികെ തരണം. കുഞ്ഞ് കൊടുത്ത കാശിനേക്കാൾ ഈച്ചിലൂടെ കൂട്ടി ഞാൻ തരാം. ഒരു പോത്തിനെ വെട്ടി വിറ്റാലേ എനിക്ക് ലാഭം 5 ഇരട്ടിയാ. ഇനി അത് തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും എനിക്ക് വേണ്ട. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഇളം പോത്തിനെ കിട്ടിയത്. ഇങ്ങോട്ട് വാ പോത്തേ. ജീവിക്കാൻ പറ്റില്ല ഭാനു. എന്തൊരു സ്നേഹമാ. സ്നേഹിക്കുന്നു മതി മതി, സ്നേഹപ്രേമൊക്കെ മതി. ഒത്തിരി ആയാലേ പോകാൻ തോന്നില്ല. വൈകിട്ട് അറക്കാനുള്ള പോത്താ. അയ്യോ, കുഞ്ഞു വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തു. എന്നാലും അവനൊന്നും ചെയ്യല്ലേ. എവിടെ വായി നോക്കി വിളിച്ചോണ്ട് പോളെ. തള്ളേ മതി, ഇവിടെ വന്നേ. ഞാൻ അല്പനേരം കൂടെ നിന്നോട്ടെ. കച്ചവടം മുളക്കും. എന്താ നിന്റെ പേര്? ഫാനു. നിനക്കൊക്കെ എന്തിനാടാ ഒരു പേര്? നിനക്ക് സ്വന്തമായൊരു പേരുണ്ട്. നിനക്ക് വേണ്ടി കരയാൻ ഒരു മനുഷ്യനെങ്കിലും ഉണ്ട്. അത് നിന്റെ ആരാ? അമ്മ. അമ്മയോ? ഒരു ഇരുകാലി മൃഗം, ഒരു 4 കാലി മൃഗത്തിന്റെ അമ്മയോ? എനിക്ക് വിശ്വാസം വരുന്നില്ല. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് മുമ്പേ അമ്മയ്ക്കൊരു മോനുണ്ടായിരുന്നു, അതും ഭാനുവ. ഒരു ദിവസം അമ്മയുടെ മുന്നിൽ നിന്ന്
പോലീസുകാരവനെ കൊണ്ടുപോയി. പിന്നീട് ആരും അവനെ കണ്ടില്ല. ഞാൻ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോ പത്രത്തിലൊരു വാർത്ത വന്നു. നക്സൽ ഭാനു പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു പോയെന്ന്. കുര്യച്ചൻ മുതലാളി പേടിക്കണ്ടെന്ന് വേണ്ട നിക്കുന്നു. വൈകിട്ട് 6 മണിക്ക് കണ്ടിക്കും. 10 മണിക്ക് മെർച്ചി വിളിച്ചാ പോരെ. കോട്ടയത്തുകാരല്ലേ വന്നത്? ബീഫ് വളർത്തിയിടാ അവർക്ക് പ്രിയം. അത് നമ്മയാ കല്യാണം കേമോ എന്നാ. യവൻ കൊള്ളാം, നല്ല പുട്ടുപോലിരിക്കും. ഓ ശരി മുതലാളി. നാളത്തെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തുവായി? അല്ല, നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അവര് പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? നിന്നെ ഇങ്ങനെ നോക്കിയിരുന്നത് കൊണ്ട് അവര് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും ചൂരുണ്ടെങ്കിലും നിന്നെ കാണുമ്പോ മനസ്സിനൊരു വല്ലാത്ത ത്രസിപ്പ്. ഓ, നിന്നെ പോലെ എത്ര പേര് ഇവിടെ വരും? ചിലര് 2 ദിവസം, കൂടിയാൽ 3. അതിനുള്ളിൽ അവന്റെ കത്തിക്ക് ഇരയാകും. പക്ഷേ നിന്റെ കാര്യം അതിലും കഷ്ടമാ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നീ കൊല്ലപ്പെടും. കൊല്ലപ്പെടുമെന്നോ? നീ എന്തായി പറയുന്നേ? ഓ, നിന്റെ ഇറച്ചിയുടെ കാര്യമാ അവര് പറഞ്ഞിട്ട് പോയത്. ആ കുര്യച്ച മുതലാളിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാന വിഭവം നീയാണത്രേ. അതിനു മുമ്പേ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും. അവന്റെ കൈ പെട്ടത് നിന്റെ വിധിയാ. വിധിയോ? എന്ത് വിധി? നമ്മൾ ഉണ്ടാക്കുന്നതാ വിധി. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളതിനെ തകർക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. നീ നോക്കിക്കോ, ഇവൻ എന്നെ അടിക്കുമ്പോ ഞാൻ രക്ഷപ്പെടും. എന്നെ കൂടെ കൊണ്ടുപോ ഭാനു. ഭാനു, എനിക്കിന് വയ്യ, വല്ലാതെ അടയ്ക്കുന്നു. ഇനി ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് പോവാം. നീ ശരീരം അനക്കാ തിന്നും കുറിച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടാ. എന്നെ നോക്ക്, ഫാറ്റ് തീരെ ഇല്ല. ഹിറ്റുള്ളമാരൊക്കെ പറയുന്ന പോലെ സിക്സ് പാക്കാ. നീ വയലിൽ പണിയെടുക്കുന്നവരാണോ? എവിടാ? ഞാനിങ്ങ് പണിയെടുക്കാറൊന്നുമില്ല. എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ കഷ്ടപ്പെടുത്തുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കും, കുത്തി മറിയും. എനിക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. നല്ല കരുത്തൻ. കാട്ടുപോത്തിന്റെ കൈകാലുകളോ നിനക്ക്? നീ സുന്ദരിയാ. TV സെറീന വില്യംസിനെ കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലയോ? ഓ, ടിവിയിലെ വലിയ ടെന്നീസ് കളിക്കാരിയാ. എന്നാ കരുത്താ. ഇതുപോലാ നീ. സത്യം?
ചെയ്യാനാ? ഒരു കുറ്റിയിൽ കെട്ടിയ കയറും കിട്ടാവട്ടെത്താ ഞങ്ങളുടെ ജീവിതം. അടിക്കരുത്, മാംസം കഥയരുത്. ചത്തുചാവുന്ന മാംസം വേഗാതിങ്ങനെ കറുമുറാന്ന് കിടക്കും. അവനെ എന്റെ കിട്ടിയാലേ കൊറവള്ളി ഞാൻ കണ്ടിക്കും. അവനെന്നെ അറിയത്തില്ല. ഞാൻ കാലനാ, കാലം പറക്കി വർക്കേ. ഇനി ആ പോത്തിനെ കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നാണം കിടന്നത് ഞാനാ. ഞാൻ ഏതായാലും ആ ശാന്തമ്മേനെ ഇടിക്കാൻ പോയി കുറച്ച് മുട്ട കയറാ. മോടെ കല്യാണത്തിന് അവളെ അറക്കാൻ നിർത്തിയില്ല പോത്ത്. അങ്ങ് ചാടിപ്പോയി കുറച്ച് മുട്ട ഇരിപ്പുണ്ട് വാങ്ങാൻ വന്നതാ. കെട്ടിയാൽ ഇറങ്ങി ഓടി. നാട്ടുകാരല്ലേ ഇപ്പൊ പോത്തിന്റെ പുറത്തല്ലേ, അങ്ങേരും അതിന്റെ പുറകെ പോയേക്കുവാ. അല്ല, കുരിയച്ചന് ഇപ്പൊ പാതിരാത്രിക്ക് മുട്ട വാങ്ങാൻ മാത്രം വന്നതാണോ? അല്ല, അംഗവും കാണാം, താളിയും ഓടിക്കാം. അതെ, നീ ആ നിൽക്കുന്നവനെ കണ്ടില്ലേ? കാട്ടിലെ വലിയ മാന്യനെ. ഇവന്റെ മോടെ കല്യാണത്തിനാ നിന്നെ ഇറച്ചിയാക്കാൻ ഇരുന്നത്. ദൈവമേ, ഇവന്റെ മോടെ കല്യാണത്തിന് ഇറച്ചിയാ പറഞ്ഞത് എന്റെ ഭാഗ്യം. ഇവനൊന്നും രാത്രി പോലും ഒരു സ്വസ്ഥത വരത്തില്ല. എനിക്ക് വയ്യ, വല്ലാതെ അടിക്കുന്നു. ഇത്തിരി നേരം നീ പേടിക്കണ്ട. ആ മലനിരകൾക്കപ്പുറം വിശാലമായ കാടാ. സ്വാതന്ത്ര്യത്തിന്റെ വിശാലത അവിടെയാ. നമുക്കവിടെ ചെന്നാ സ്വതന്ത്രമായി ജീവിക്കാം. നീ എവിടെ പോയിട്ടുണ്ടോ? ഇല്ല, എന്റെ അച്ഛൻ ആ കാട് നോക്കി വരാൻ പോകുന്ന പുലരിയെ പറ്റി പറയുമായിരുന്നു. ആ പുലരി സ്വപ്നം കണ്ടാണത്രേ എന്റെ സഹോദരൻ ആദ്യമായി ആ കാട്ടിലേക്ക് പോയത്. നിനക്ക് എന്തറിവാ? എന്റെ അറിവല്ല, എന്നെ വളർത്തിയവരങ്ങനെ ആയതുകൊണ്ട്. അവര് വീണ്ടും വന്നു. ഈ രാത്രി ഇരട്ടത്തി യാത്ര സാധ്യമല്ല. അപ്പോഴത്തെ ഒരു പഴയ ഗുഹയുണ്ട്, അവിടെ ചെന്നെത്തിയ ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങാം. ചേട്ടാ, എന്റെ മനസ്സ് പറയുന്നു അവരെ കാട്ടിലേക്ക് തന്നെ ഓടിപ്പോയേക്കുന്നതെന്ന്. പോത്ത് കാട് കഴിഞ്ഞാ നിനക്ക് തന്നെ ദോഷം ഓർക്കുന്നില്ലയോ?
ബാലമാപ്പിള തത്തുക പണ്ട് ഇവന്റെ അപ്പൂപ്പന്റെ പോത്ത് രക്ഷോട്ട് കാട്ടിലോട്ട് കയറി പോയപ്പോഴാ ഇവന്റെ അപ്പൂപ്പൻ വെട്ടി വെച്ചപ്പോൾ ചത്ത് വീണത്. വേറൊരു പോത്ത് കാട് കയറിയെന്നാ എന്റെ അപ്പനും ചത്തത്. പക്ഷേ ഞാൻ അവനെ വിടത്തില്ല. സകല പ്രവചനങ്ങളും തെറ്റിച്ച് ഞാൻ അവനെ കൊല്ലും. നിങ്ങൾ എന്നോട് വരുന്നുണ്ടെങ്കിൽ വാ. ഈ രാത്രി ഇനി സഞ്ചരിച്ചിട്ട് കഥയില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരാ ഗുഹ ലക്ഷ്യമാക്കി തന്നെയാ പോയേക്കുന്നത്. ആ പോത്ത് ജീവനോടെ കാട് കയറാൻ സമ്മതിക്കരുത്. ആന്റണി, നീ അവനെ കൊന്ന നിനക്ക് ഞാൻ എന്തും തരും. എന്ത് വേണ്ടി വന്ന എന്റെ മോളെ പോലും. ഇപ്പൊ സഞ്ചരിക്കാൻ തുടങ്ങിയ നാളെ നേരം പരപര വേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്താം. അന്ന് സമയം ഓടി വാ. ഇതായിരുന്നു ആ സ്ഥലം. പക്ഷേ ഇപ്പൊ ഇവിടെ ഗുഹയില്ല, കുന്നില്ല, പാറകൾ പോലുമില്ല. എല്ലാം പിടിച്ച് ചതുപ്പ് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ ചതുപ്പിൽ അവർ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ പണി. ശരിയല്ലേ? നീയും കാര്യങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എന്റെ തട നീയല്ലേ? നിന്റെ കൈകളിൽ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ വല്ലാത്തൊരു സുരക്ഷിത ബോധം. നീ അത് കണ്ടില്ലേ? ആ നക്ഷത്രം. അവൻ അനേക കോടി നക്ഷത്രങ്ങൾക്കിടയിൽ ജ്വലിക്കുന്നത് നീ കണ്ടില്ലേ? അവന്റെ സഞ്ചാരം കൃത്യമാണ്, ലക്ഷ്യം സുദൃഢവും. അവൻ നമ്മളോട് എന്തോ കഥ പറയുന്നത് പോലെ. എല്ലാം മറന്ന് കുറച്ചു നേരം നമുക്ക് തുടങ്ങാം. പിടിക്കാമെന്നവരാണെന്ന് തോന്നുന്നു. നീ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ചുംബന സമരക്കാരാ. ചുംബന സമരമോ? അതെന്തുവാ? അത് ഒരു സമരമാ. ചിലർക്ക് ആണും പെണ്ണും ഒന്നിച്ച അത് സദാചാര വിരുദ്ധമാ. അങ്ങനെ ഒന്നിച്ച എന്ത് സംഭവിക്കുമെന്ന് മറ്റു ചിലർ വെല്ലുവിളിക്കുന്നു. എല്ലാവർക്കും കയ്യടി മാത്രം മതിയല്ലോ. മൂന്ന് പെറ്റവളാ ഞാൻ. എന്റെ കൺമുന്നിലിട്ട് എന്റെ മക്കളെ അറുത്തു കൊന്നപ്പോ എനിക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ. അവർ വളർന്നു ശക്തരാകുന്നത് ഞാനെങ്കിലോ കണ്ടിരുന്നു. എന്റെ ഉള്ളിലെ സ്നേഹാമൃതം ഊറ്റിയെടുക്കാൻ സേവനില്ലാത്ത രൂപങ്ങൾ കൊണ്ട് അവരെന്റെ അകടി തട്ടിക്കുമ്പോ അതെന്റെ മക്കളല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ചോർത്തി കൊടുത്തു.
കൊടുക്കാൻ വിധിക്കപ്പെടുന്നത്. അവിടെ നിന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. എവിടെയോ ചുംബന സമരവും അതിന്റെ പ്രതിഷേധവും. നീ വിഷമിക്കാതെ, നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല. നീ കണ്ടില്ലേ, 50 പേര് നടത്തുന്ന ഒരു സമരം കാണാൻ 50,000 പേർ ഇവിടെ വന്ന് ജീവൻ രക്ഷിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഞങ്ങള്. അത് സമരമാക്കാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ ഇവിടെ ആരുമില്ല. ഒരു മാവോയിസ്റ്റ് നമ്മൾ ചുറ്റി മറിഞ്ഞ അവൻ നേരെ പോകും. നിങ്ങൾ അതില്ലേ ഇതിന്റെ പറ്റിയ അവസരം. അവര് സൃഷ്ടി എത്തിക്കഴിഞ്ഞു. ഇതുവഴി ആദ്യം സാധുപ്പാ വരൂ. എന്റെ കൈകളിലേക്ക് പിടിക്കും വരൂ. എന്റെ കൈകളിലേക്ക് പിടിക്കാം. ഇല്ലെങ്കിൽ ചതുപ്പിലേക്ക് ചാടും. പൊട്ടിച്ചറിയാൻ പറ്റാത്ത ചങ്ങൽ പൊട്ടിച്ചറിയാൻ നമ്മൾ ഇവിടേക്ക് വന്നത് ഈ ചതുപ്പിൽ ചത്തുറയാനല്ല, പച്ചപ്പുകൾ തേടി ജീവിക്കാനാ. ഇനി വരുന്ന തലമുറകളെങ്കിലും അടിമകളാകാതിരിക്കാൻ വേണ്ടി നീ ഇവിടെ നിന്ന് പോ. അവനൊരു കല്ലുമായി വരുന്നുണ്ടോ? ഞാൻ അവരെ ഇടിച്ച് ഞാൻ തർപ്പിക്കാം. പറയുന്നതനുസരിച്ച് നീ ഇവിടെ നിന്ന് പോ. ഞാൻ സ്വതന്ത്രനാ. അതാ ആ പച്ചപ്പിനപ്പുറത്താ നിന്റെ സ്വാതന്ത്ര്യം. നീ അവിടേക്ക് പോ. അവനൊരു നക്സലല്ല, ഒരു മാവോയിസ്റ്റും അല്ല. നിങ്ങളെ പോലെ ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ വധിച്ച ഒരു പാപം ജീവി.